നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ജോസ്, ചീഫ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്, ചിത്ര ഡെന്റൽ സെന്റർ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ടൂത്ത് വൈറ്റനിങ്. ഇപ്പോൾ പലരും വരുന്നത് പല പല ഫംഗ്ഷനുകളോടനുബന്ധിച്ച്, അതുപോലെ തന്നെ കല്യാണത്തിന് തൊട്ട് മുമ്പ് ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും എൻ്റെ പല്ല് മഞ്ഞയായിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള അവരുടെ മേക്കപ്പ് ആക്സസറീസ് അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ കൂടെ പല്ലും കൂടെ ഒന്ന് ബ്രൈറ്റൻ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ വരുന്നത്. അപ്പം പലർക്കും ഒരു സംശയമുണ്ട്, ഇത് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ പോരെ, ഒരു പ്രൊഫഷണൽ വൈറ്റനിങ് തന്നെ ചെയ്യണോ എന്നുള്ള സംശയത്തിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ വൈറ്റനിങ് എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ആണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ അത് ചെയ്യുമ്പോൾ നമ്മൾ പല്ലിനെ വളരെയധികം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് വൈറ്റനിങ് സ്യൂട്ടബിൾ ആവുമോ എന്ന് തന്നെ പറയുന്നത്. കാരണം ഒരു ഡെന്റിസ്റ്റ് ആകുമ്പോൾ ഡെന്റിസ്റ്റ് ആദ്യം പല്ലിൻ്റെ ടെക്സ്ചർ, പ്രായം, പല്ലിൽ എന്തെങ്കിലും ക്രാക്സ് അല്ലെങ്കിൽ ഫിഷേഴ്സ്, പിന്നെ പല്ല് പണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ പൊട്ടലുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടോ എന്നും കൂടെ പരിശോധിക്കും. അതുപോലെ തന്നെ ആ കാൻഡിഡേറ്റിൻ്റെ പ്രായം, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഏത് തരം വൈറ്റനിങ് മെറ്റീരിയലാണ് പല്ലിൻ്റെ ഉൾഭാഗത്തെ, അതായത് പല്ലിലെ പൾപ്പ്, അതായത് ജീവനുള്ള കോശങ്ങളെ അഫക്റ്റ് ചെയ്യാതെയും അധികം സെൻസിറ്റിവിറ്റി അഥവാ പുളിപ്പുണ്ടാകാതെയും ഏത് ചൂസ് ചെയ്യണമെന്ന് ഡെന്റിസ്റ്റിന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ വൈറ്റനിങ് നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അത് നമുക്ക് സാധാരണ വൈറ്റനിങ് ഉണ്ട്, ലേസർ ഉപയോഗിച്ചുള്ള വൈറ്റനിങ് ഉണ്ട്. ലേസർ വൈറ്റനിങ് ആണ് നമുക്ക് എപ്പോഴും ലാസ്റ്റിംഗ് ഇഫക്റ്റ് തരുന്നത്. അതുപോലെ എല്ലാ വൈറ്റനിങ് പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ചില പ്രത്യേക ബ്രാൻഡുകൾ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിംഗ് റിസൾട്ടും കിട്ടും. അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊസീജിയറൽ സെൻസിറ്റിവിറ്റി അഥവാ അല്ലെങ്കിൽ പെയിൻ, ഇത് രണ്ടും കുറയ്ക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും ഗോ വിത്ത് ദ അഡ്വൈസ് ഓഫ് എ പ്രൊഫഷണൽ ടു ഡു വൈറ്റനിങ്. താങ്ക് യു.